ഒരു വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് നിലമ്പൂർ മൊത്തം കണക്കുകൂട്ടലാണ്. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം. കോൺഗ്രസിനും ലീഗിനും സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇത്തവണ മുന്നണിയുടെ വോട്ടുകൾ ഒന്നാകെ ആര്യാടൻ ഷൗക്കത്തിന് ലഭിച്ചു എന്ന കണക്കുകൂട്ടലാണ് UDFന്റെ പ്രതീക്ഷ. ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. സ്വാധീന മേഖലകൾ പിന്തുണയ്ക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതീക്ഷ. മലയോര മേഖലയിൽ നിന്നുള്ള പിന്തുണ വോട്ട് ഉയർത്താൻ സഹായിക്കുമെന്ന നിഗമനത്തിലാണ് BJP ഉള്ളത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഒരു അവസാന കണക്ക് ഏതാണ്ട് വരുമ്പോൾ 74.35% വളരെ ഭേദപ്പെട്ട അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു പോളിംഗ് തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയടക്കം പലതും തിരിച്ചടിയായേക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിലും അത് ഏതൊക്കെ തരത്തിലാണ് മുന്നണികളിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നത്? ഇന്നത്തെ ദിവസം എങ്ങനെയാണ് മുന്നണികളെ സംബന്ധിച്ച്? 2 ദിവസം കൂടെ കഴിയണം. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ? ശ്രീജ, കണക്കുകൂട്ടലാണ് ഇനിയുള്ള 2-3 ദിവസം മുഴുവനായിട്ടും. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടെയാണ് ബൂത്ത് തല കണക്കുകൾ പാർട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നാളെ ഒരുപക്ഷെ ഇത് വിലയിരുത്താനുള്ളൊരു ആലോചന അല്ലെങ്കിൽ യോഗം ചേരുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഏറെ വൈകിയാണ് ഈ ബൂത്ത് തല കണക്കുകളുടെ ശേഖരണം കഴിഞ്ഞത്. അതിനി ക്രോഡീകരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ നേതൃത്വത്തിൻ്റെ കൈവശത്തിൽ എത്തൂ എന്നാണ് നമുക്ക് അറിയുന്നത്. UDFന്റെ പ്രതീക്ഷകൾ ഇപ്പോഴും ഒരു 15,000 വോട്ടിനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കാനാകുമെന്ന കണക്കൂട്ടൽ തന്നെയാണ്. അവർ പ്രധാനമായിട്ടും അതിന് കാരണമായി പറയുന്നത് UDFന്റെ ഐക്യം തന്നെയാണ്. എല്ലാ കാലത്തും ഉള്ളതിനേക്കാൾ കൂടുതൽ ഐക്യത്തോടെയാണ് UDF ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തും നഗരസഭയും എല്ലാം തന്നെ വലിയ തോതിൽ തന്നെ UDFന് അനുകൂലമായി നിലകൊണ്ടിട്ടുണ്ട്. അവിടെ അമരമ്പലം മാത്രമാണ് LDFന് ഒരു ചെറിയ മേൽക്കൈ നേടാനുള്ള സാധ്യത എന്ന് UDF വിലയിരുത്തുന്നുണ്ട്. മറ്റ് 7 ഇടങ്ങളിലും UDFന് ലീഡ് ലഭിക്കുമെന്നൊരു കണക്കൂട്ടലുണ്ട്. അടിയൊഴുക്കുകളെക്കുറിച്ചുള്ള ചെറിയ ആശങ്കകളൊക്കെ ഉണ്ട്. അതിന് 2 തരത്തിലാണ് അടിയൊഴുക്കുകൾ. ഒന്ന്, സ്ഥാനാർത്ഥിയോടുള്ള ഒരു അതൃപ്തി. എല്ലാ കാലത്തും UDFൽ കോൺഗ്രസിൽ അത് ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ VV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ നിലപാടും ഒരുപക്ഷെ ചെറിയ തോതിലെങ്കിലും ഒരു സ്വാധീനം ചെലുത്തിയേക്കുമെന്ന കണക്കൂട്ടൽ. അപ്പോൾ ഈ 2 അടിയൊഴുക്കുകളെയും മറികടക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. LDF ആകട്ടെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയുള്ള പ്രചരണം ജനങ്ങളിലേക്ക് എത്തി എന്നൊരു കണക്കൂട്ടലുണ്ട്. അവിടെ പ്രധാനമായിട്ടും LDFന്റെ പ്രതീക്ഷ പോത്തുകല്ലും അതുപോലെ തന്നെ കരുളായി, അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളിൽ മേൽക്കൈ നേടാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് LDF ഉള്ളത്. അവർ മറ്റൊരു കാര്യം കൂടി കണക്ക് കൂട്ടുന്നത് PV അൻവർ നേടുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും UDFൽ നിന്നാകും. അത് UDFന്റെ സാധ്യതകളെ കുറയ്ക്കും. അത് പരോക്ഷമായിട്ട് LDFന് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലും LDFനെ സംബന്ധിച്ചുണ്ട്. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ചോരില്ല എന്നും പകരം UDFന്റെ ലീഡ് നിലനിർത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് അൻവറിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ടുണ്ടാവുക എന്നുമാണ് LDF വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5000-ൽ താഴെ വോട്ടെങ്കിലും മുന്നിട്ട് LDFന് വിജയിച്ച് കയറാമെന്നും അവർ കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജമാഅത്തെ വിഷയമൊക്കെ UDFന് ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലും അവർക്കുണ്ട്. അൻവറിലേക്ക് വരികയാണെങ്കിൽ അൻവറിനെ സംബന്ധിച്ച് അൻവർ അവകാശപ്പെടുന്ന വോട്ട് 75,000 ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000-ന് മുകളിലെങ്കിലും വോട്ട് നേടാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അൻവറിൻ്റെ പ്രചരണം ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് വഴിക്കടവ്, ഇടക്കര, പോത്തുകല്ല് തുടങ്ങിയ മേഖലകളിലായിരുന്നു. അവിടെയൊക്കെ UDFന്റെ കുറേ കൂടെ സ്വാധീന മേഖലകളാണ്. അതിനു പുറമെ LDFന്റെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടങ്ങളായ അമരമ്പലത്തും കേരളയിലുമൊക്കെ അൻവറിൻ്റെ പ്രവർത്തനവും ആ മേഖലകൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അപ്പോൾ 2 ഇടത്തുനിന്നും അൻവർ വോട്ട് ശേഖരിക്കും. അത് ആർക്കെല്ലാം ക്ഷീണമുണ്ടാക്കുമെന്നുള്ളത് കൗണ്ടിങ്ങിൽ മാത്രമാണ്, ഫലം വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാനാവുക. എന്നിരുന്നാൽ തന്നെയും